ഇപ്പൊ ശരിയാക്കി തരാം. ചിലപ്പോ തലയിൽ തുണിയിട്ട് ഒളിച്ചു നിൽക്കുകയായിരിക്കും. ഇത് മുഖം തരുന്നില്ലല്ലോ. ഇപ്പൊ ഈ മുഖം കാണാന്ന് വെച്ച് വന്നത്. അയ്യോ, ഞാനാ ടൈപ്പേ അല്ല. എന്നെ സോറി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കാൻ? എടി കള്ളി, പറുതയിട്ട് എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ഞാൻ ആളെ തിരിച്ചറിയില്ലെന്നാ നിന്റെ വിചാരം? എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി തന്നെയാണെങ്കിൽ എന്റെ മുന്നിൽപ്പെട്ടത് എത്രയോ നന്നായി. ആ അനന്തന്റെ മുന്നിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞേനെ. കുട്ടിയെ ഞാൻ സഹായിക്കാം. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. ഉടനെ ഇങ്ങോട്ട് വരേ ചെയ്യരുത്. ഈ ഫോട്ടോയിൽ കാണുന്ന മുഖവും കുട്ടിയുടെ മുഖവും ഒന്നാണെന്നറിയാൻ ഈ തുണിയൊന്ന് മാറ്റാവോ? എനിക്കൊന്ന് കാണാൻ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കിളവനുണ്ടാ ഇതെല്ലാം. നീ പറഞ്ഞ ആ പെണ്ണ് ഈ കാറിൽ തട്ടിക്കൊണ്ട് പോകണം. എന്റെ മാളവികയെ നിന്നെ ഇന്ന് ഞാൻ പൊക്കും. വണ്ടിയെടുത്തു കൂടെ പോ. അവനെ ഇടിക്കരുത്, അവൻ പോട്ടെ. പോയി രക്ഷപ്പെടാ. ചാക്കോച്ച, ഞാൻ വന്നത് താൻ ആള് ഭാഗ്യവാനാ. തന്റെ പ്രൊമോഷൻ ഉടൻ റെഡി. ആ വെള്ളം ഞാൻ അങ്ങ് വാങ്ങി വെച്ചു. വെള്ളം വാങ്ങി വെക്കാൻ വരട്ടെ. താൻ നിരാശനാകരുത് ചാക്കോച്ച. ആശ ഉണ്ടെങ്കിലല്ലേ നിരാശയുള്ളൂ. അവന്മാര് മുങ്ങി എവിടെങ്കിലും പൊങ്ങിക്കോളൂ. അവന്മാര് പൊങ്ങുന്നതിന് മുമ്പ് താനവരെ പൊക്കണം. അതോടെ SI ചാക്കോ DYSP ചാക്കോയാകും. വേഗം താനവരെ തപ്പണം, പൊക്കണം, മുക്കണം. തപ്പൊന്നുമില്ല, മുക്കൊന്നുമില്ല, പൊക്കൊന്നുമില്ല. മുംബൈ തമ്പുരാക്കന്മാരെ തൊട്ടുള്ള ഒരു കളിക്കും ഇനി ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ സ്ഥാനവും തന്റെ തൊപ്പിയും ധരിക്കുന്ന സ്ഥിതിയാ. അവന്മാര് രണ്ടും കൂടി ബോംബെക്ക് പോയതാ. എന്തിനാണെന്ന് താൻ കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വലിയ തമ്പുരാനെ ഒന്ന് പോലീസ് മുറയിൽ വരട്ടിയാൽ ആ അവിഹിത ബന്ധത്തിന്റെ ചുരുളഴിക്കാം. അവന്മാര് രാജാക്കന്മാരാകുന്നത് എങ്ങനെയും തടഞ്ഞേ പറ്റൂ. നന്ദിയേട്ടവനെ, അന്നം തന്ന പാത്രത്തിൽ അമേദ്യം വിളമ്പുന്നോടാ റാസ്കൽ. ഇത് ഞാന് കാര്യത്തിൽ ഗുണാളൻ. പ്രൊമോഷൻ തള്ളു തള്ളാൻ തുടങ്ങിയിട്ട് നാള് കുറയാലോ. ആ കെയർ ഓഫിൽ കുറെ കള്ളും കോഴിയും താൻ നക്കിയതല്ലാതെ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനോടോ? താനാ വലിയ തിരുമേനെ അമുക്കി മുക്കി ഒതുക്കിയോലെ എന്നെ ഒതുക്കാൻ നോക്കിയാലോ കള്ള പെടുവോ? ചവിട്ടി പാതാളത്തിൽ താഴ്ത്തിക്കളയും. തമ്പുരാക്കന്മാരെ പോലെ ഇയാളും മോഴയായോ? മോഴതിന്റെ അപ്പന. ഇനി ഈ കാര്യവും പറഞ്ഞ് പൊടിക്കാൻ പറ്റിയ ഇടിച്ചതിന്റെ പരിപ്പളങ്ങനെ അകത്താക്കളയും കേട്ടോ. വലിയൊരു മാരണോ. ഇനി വേണം തമ്പുരാക്കന്മാരെ കുപ്പിയിലിറക്കി അതുവഴി വേണം എനിക്ക് DYSP റാങ്കിലെത്താൻ. ഇനി ആ ഒറ്റ പ്രതീക്ഷയുള്ളൂ. കൊട്ടാരത്തിലൊരു ബോംബ് പൊട്ടിത്തെറിച്ച് തമ്പുരാക്കന്മാരുടെ ചന്തി വെന്തിട്ടും എന്തേ ക്രമസമാധാന പാലകനായ ഈ ചാക്കോ മാത്രം അറിഞ്ഞില്ല? സർവ്വകാര്യങ്ങളും ചേർത്തൊരു പെറ്റീഷൻ എഴുതാ. മാളവിക തമ്പുരാട്ടി എവിടെയുണ്ടോ 24 മണിക്കൂറിനകം പുഷ്പം പോലെ ഈ ചാക്കോ പൊക്കി മുമ്പിൽ കൊണ്ട് തരാൻ തമ്പുരാക്കന്മാരെ. ചാക്കോ സാറേ, ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്ന CID-കളാ. മാളവികയുടെ കേസ് അന്വേഷിക്കാൻ. ചാക്കോയ്ക്ക് തമാശ ഇഷ്ടമാ. തമാശയല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പൊ നിങ്ങൾ തമ്പുരാക്കന്മാരല്ല? അല്ലല്ലോ. ഉറപ്പാണേ? ഇനി മൊഴി മാറ്റി പറയില്ല? എനിക്ക് ആദ്യമേ നിന്നെയൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഗുണാളജി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. സത്യം പറ, നീയൊക്കെ തീവ്രവാദികളല്ലേ? അനാവശ്യം പറയരുത്. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യം തന്നോട് പറഞ്ഞത് തനിക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ എന്ന് കരുതിയാ. ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ മാളവിയെ ഈസി ആയിട്ട് പൊക്കാനും നമുക്കറിയാം. ചൂടാവല്ലേ CID സാറന്മാരെ. മാളവിക തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ ആരാണെന്ന് പറഞ്ഞാൽ മതി. ഓ നരാധമന്റെ ചങ്കിടിച്ച് കലക്കാൻ ഈ ചാക്കോയുടെ കൈകൾ തരിക്കുന്നു. പറയൂ, ആരാണവൻ? അശോകവർമ്മ. ആരാന്നാ പറഞ്ഞേ? അശോകവർമ്മ തമ്പുരാൻ. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ഞാൻ പിന്മാറി. തമ്പുരാക്കന്മാരെ, 25 വർഷം നിരങ്ങിയിട്ടാ ഞാനൊരു SI ആയത്. ഒരു 5 നിമിഷം കൊണ്ട് നിങ്ങൾ എന്നെ PC ആക്കരുത്. CID മാർക്ക് വന്ന വഴിയെ പോകാം. സർ, മാളവികയുടെ ജീവൻ അപകടത്തിലാണ്. അശോകവർമ്മയാണ് മാളവികയെ തട്ടിക്കൊണ്ടുപോയത്. അശോകവർമ്മ മാളവികയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അശോകവർമ്മ മാളവികയുടെ ആരാ? മുറച്ചെറുക്കൻ. മാളവിക അശോകവർമ്മയുടെ ആരാ? മുറപ്പെണ്ണ്. മുറച്ചെറുക്കൻ മുറപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്നു. അത് ഇവിടുത്തെ മുറയാ. ഇതേ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നാണ് മനസ്സിലായതിൽ എന്തോ ചതിയുണ്ടെന്ന്. ഇനി വലിയ തമ്പ്രാനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എന്നാ എന്റെ സംശയം. ഓഹോ, ആ സംശയമായി തന്നെ ഇരുന്നോട്ടെ. ഈ കേസിൽ തലയിടാൻ ഞാനില്ല. വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് ബാക്കി ഞാൻ പറയുന്നില്ല. എന്നാലും ഒന്നുകൂടൊന്ന് ഇനി ഇവിടെ നിന്ന് രണ്ടിനെ ആൾമാറാട്ടത്തിന് തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. താനൊലത്തും ഒന്ന് പോടോ. താനും അശോകവർമ്മയും ഗുണാളനും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് ഞാൻ തമ്പുരാനെ അറിയിക്കും. വലിയ തമ്പുരാൻ വിശ്വസിച്ചില്ലെങ്കിലോ? വിശ്വസിപ്പിക്കും.
പിന്നത്തെ അവസ്ഥ ഊഹിക്കാമല്ലോ. വാ നമുക്ക് പോയി തമ്പ്രാൻ ആദ്യം വിവരങ്ങൾ ധരിപ്പിക്കാം. ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് നമുക്കൊന്ന് കാണാം. അയ്യോ പറ്റിച്ചേ ഞാൻ സാറന്മാരെ പറ്റിച്ചേ ദൈവം ഇതെന്നെ മനസ്സിലാക്കൂ. കൊട്ടാരം കേസിൽ കയറി കളിക്കാൻ എനിക്ക് പരിധിയുണ്ട്. ഞാനും എന്റെ ഫോഴ്സും നിങ്ങളുടെ പുറകിലുണ്ടാവും. മനസ്സിലായില്ല? മോഡസ് ഓപ്പറാൻഡി ഇതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും താവളത്തിൽ കയറി പറ്റുന്നു. ഞാൻ ഫോഴ്സുമായി വന്ന് മാളവിയെ രക്ഷപ്പെടുത്തി വലിയ തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കി ഞാൻ എന്റെ പ്രൊമോഷൻ ശ്രമിച്ചോട്ടെ. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. അതേ ഇനി നടക്കൂ. അപ്പൊ തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതിലും ഭംഗിയായി ഞാൻ എങ്ങനെയാ എന്റെ അവസ്ഥ അവതരിപ്പിക്കുന്നത്? എനിക്ക് കരച്ചിൽ വരുന്നു. ഞങ്ങൾ ഇപ്പൊ പോകുന്നു. താൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തന്റെ മോഡസ് ഓപ്പറാൻഡി കൊണ്ട് മാളവിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തൊപ്പി വയ്ക്കാൻ ഈ തല കാണില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം. നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് നന്ദിയുള്ള നായ പോലെ വാലാട്ടി ഞാൻ കൂടെ ഉണ്ടാവും. മൈ ഫോൺ നമ്പർ ഈസ് 100. ലൈറ്റ് ഇട്. റാസ്കൽസ്, എന്റെ പേരും പറഞ്ഞിവിടെ കയറിക്കൂടി നീയൊക്കെ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? നിന്നെയൊക്കെ അകത്താക്കാനുള്ള വകുപ്പുകൾ ഇപ്പൊ തന്നെ ധാരാളം. നീയൊന്നും പിന്നെ പുറം ലോകം കാണില്ല. സമാധാനം പറയടാ. ക്ഷമിക്കണം ബോസ്. ബോസ് പോയ ആ സെക്കൻഡിൽ വന്ന കേസാ. ബോസിന് വിളിച്ചപ്പോഴൊക്കെ പരിധിക്ക് പുറത്താ. ബോസ് ഇല്ലാന്നും കേസില്ല എന്നൊക്കെ പറഞ്ഞ ബോസിന്റെ സ്ഥാപനത്തിനാ ചീത്തപ്പേര്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കേസ് ഏറ്റെടുത്തത്. അതൊരു തെറ്റാണോ ബോസ്? നീ ഒറ്റ ഒരുത്തനാ ഇവനും കൂടെ വഴിതെറ്റിക്കുന്നത്. രണ്ടും കൂടെ ഇപ്പം ഈ നിമിഷം ഇവിടെ നിറങ്ങണം. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ ബോസ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലം. ഇവിടെ മാനും മനുഷ്യനും ഇല്ലല്ലോ. ഒരൊറ്റപ്പെട്ട മലമ്പ്രദേശത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിനു ചുറ്റും കൊടും കാടും കുത്തിയൊഴുകുന്ന പുഴയുമാണ്. ഇനി 10-15 കിലോമീറ്ററെങ്കിലും എടുക്കും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ. 10-15 കിലോമീറ്ററോ? അതെ. ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടുവയ്പും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കും. ദുർഘടം പിടിച്ച കൊടും കാട്, മാംസഭുക്കുകളായ വന്യമൃഗങ്ങൾ, അപകടം പതിയിരിക്കുന്ന വഴികൾ, നമ്മുടെ മുന്നിലും പിന്നിലും ആയുധധാരികളായ ശത്രുക്കളുണ്ടാവും. ചെറിയൊരു ഇലയനക്കം പോലും നമ്മൾ ശ്രദ്ധിച്ചു കണ്ട് മുന്നേറണം. ആക്രമണകാരികളായ ചില കാട്ടുജാതിക്കാരെയും കണ്ടേക്കാം. ഈശോയെ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യത്തിന് ഫോഴ്സും വെപ്പൺസും ആയിട്ടൊക്കെ വരാമെന്ന്. അതിമോഹം ആപത്താണെന്ന് കർത്താവെ നീ പറഞ്ഞത് ഈ കുഞ്ഞാട് വിസ്മരിച്ചു. വല്ല കരടിയോ കാട്ടുപോത്തോ കടിച്ച് നക്കി കീറിയാൽ അച്ഛൻ അന്ത്യകൂദാശയ്ക്ക് പോലും എന്റെ ശരീരം മിച്ചം കാണില്ല. എടി ഭാര്യ മേരി, മക്കളെ സൂസി, മിസി, ലിസി, കിസി, നിങ്ങൾ ഈ അപ്പച്ചനോട് പ്രാർത്ഥിച്ചോണേ. പിന്നെ ആകെക്കൂടിയുള്ള ഒരു സമാധാനം, അതെന്താ? ഈ വനത്തിൽ ഞഞ്ഞാവിഞ്ഞ പാമ്പുകളില്ല. ഒള്ളി കിങ് കോബ്ര, രാജവെമ്പാല. ബോസേ, നമുക്ക് അവരോടൊപ്പം പോയാൽ മതിയായിരുന്നു. ഈ ഓപ്പറേഷൻ നമ്മൾ തീവ്രവാദികളെ പല വഴിയിൽ കൂടി വളഞ്ഞ് ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. ബുദ്ധിപരമായി തന്നെ. ബുദ്ധി കൂടി കൂടി അവന്മാരുടെ വായിച്ചെന്ന് ചാടാതിരുന്നാ മതി. ശബ്ദം ഉണ്ടാക്കാതെ വാടാ. ബോസേ, നമുക്കിവിടെ വലിയ ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോയാലെന്താ? അപ്പോഴത്തേന് അവിടെ ഒരു തീരുമാനം ഉണ്ടാവും. ഒന്നുകിൽ അനന്തൻ അല്ലെങ്കിൽ ഭീകരന്മാർ. അത് ഉറപ്പിച്ചിട്ട് പോരെ നമ്മുടെ മുന്നോട്ടുള്ള നീക്കം. ഇനി അഥവാ കഷ്ടകാലത്തിനെങ്ങാനും അനന്തൻ തീവ്രവാദികളെ കീഴ്പ്പെടുത്തിയാൽ ആ വിജയത്തിൽ നമുക്കും പങ്കുചേരാം. എടാ, ധീരൂര് മരണം ഒരുപാടുണ്ട്, എന്നാൽ ധീർന്ന് മരണം ഒന്നേ ഉള്ളൂ. ധീരനായ ബോസിന്റെ വീരകഥകളൊക്കെ എനിക്കറിയാം. പണ്ട് പട്ടാളത്തിരുന്നപ്പോ കമ്പനി യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ സ്വന്തമായിട്ട് കൈയും കാലം തല്ലി ഓടിച്ച് ആശുപത്രി കിടന്ന ആളല്ലേ? ഇതൊക്കെ നിന്നോടാര് പറഞ്ഞു? എന്താ ബോസ്, ഞാനും ബ്രില്യന്റ് ആയ ഒരു CID ഓഫീസർ അല്ലേ? എല്ലാം എനിമീസ് പറഞ്ഞ് വരുത്തുന്നതാ. എടാ, വേണ്ടാത്തതൊക്കെ അന്വേഷിക്കാനുള്ള നിന്റെ ഈ വക്രബുദ്ധി നീ നേരാമണ്ണം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നെ നല്ലൊരു CID ആയനെ. എടാ, ഒരു CIDക്ക് ആദ്യം വേണ്ടത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മനക്കരുത്താണ്. ഉദാഹരണത്തിന് ബോസിന്റെ രഹസ്യങ്ങൾ പോലും. അപ്പൊ സംഗതി സത്യമാണല്ലേ? ഇപ്പോഴെങ്കിലും ഞാനൊരു CID ആണെന്ന് ബോസ് സമ്മതിച്ചല്ലോ. ഓക്കെ, നീ തന്നെ എന്റെ പിൻഗാമി. ഓക്കെ, come on boss, follow me. ബോസിന്റെ തല മരക്കൊമ്പിൽ നിന്നും തട്ടരുത്, കളിമണ്ണ് താഴെ വീഴും. Come on. അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളിത് ചെയ്തതെങ്കിലും നിങ്ങളോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെയും കൂടി അഭിമാനമാണ് നിങ്ങൾ കാത്തുരക്ഷിച്ചത്. തമ്പുരാൻ, നിവർത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെങ്കിലും അവസാനം വലിയൊരു ആപത്തിൽ നിന്ന് എല്ലാവരും രക്ഷിക്കാൻ കഴിഞ്ഞു. ഏതൊരു പൗരനും ചെയ്യുന്നതേ ഞങ്ങളും ചെയ്തുള്ളൂ, രാജ്യസ്നേഹം. മാത്രമല്ല, തമ്പ്രാൻ വിശാല മനസ്കനാണല്ലോ. ഈ മാളവികയും നെൽസനെയും സ്വീകരിക്കാൻ കാണിച്ച വിശാല മനസ്കത മറ്റുള്ളവരുടെ കാര്യത്തിലും കാണിക്കണം അല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനും ഇറങ്ങുന്നു. Come on. ചേട്ടൻ പോവാണോ? 1-2 വട്ടമേ കണ്ടിട്ടുള്ളൂ. എന്നാലും കുട്ടി ബോംബെക്ക് വരുന്നു. വെറുതെ നമുക്ക് ബോംബെ ചെന്നിട്ട് ലെറ്റർ അയക്കാം.